നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറെ ഭയാനകമായ ഒരു വാർത്തയിലേക്കാണ് ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്ത. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്കൊന്ന് കണ്ണോടിക്കാം. നവീൻ ബാബുവിൻ്റെ കോഡ് ലിസ്റ്റിൻ്റെ കോപ്പിയുമായാണ് അന്വേഷണ സംഘം എത്തിയത്. നവീൻ ബാബു വിളിച്ചതാരൊക്കെയാണ് എന്ന് വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം. വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം വീട്ടിൽ നിന്നും മടങ്ങിയത്. മൊഴിയെടുത്തതിന് ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കേസിൽ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിൻ്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപം നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനെത്തിയ അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ കോഡ് ലിസ്റ്റ് ആ കുടുംബാംഗങ്ങളെ കാണിക്കുന്നു. നവീൻ ബാബുവിനെ വിളിച്ചതാരൊക്കെയെന്ന് വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ശ്രമമെന്ന് അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ആ കോഡ് ലിസ്റ്റ് കണ്ടതിന് ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നേരത്തെ കൊടുത്ത അതേ മൊഴിയിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബം നിൽക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ചില നീക്കങ്ങൾ. കേസന്വേഷണത്തിൽ ചില അട്ടിമറികൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യാത്രയയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ മാത്രമല്ല പിന്നീട് മാധ്യമപ്രവർത്തകരോടും ആവർത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയും ആ കുടുംബം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഒടുവിൽ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയിൽ നിന്നും സഹോദരിൽ നിന്നും അവർ മൊഴിയും വ്യക്തതയും തേടി. ഇന്ന് ഉച്ചയോടെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തതിന് ശേഷം മടങ്ങി. ഇവിടെ ചില സംശയങ്ങൾ ബാക്കിയാവുന്നു. എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം? നവീൻ ബാബുവിൻ്റെ കോഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യവും. നവീൻ ബാബുവിൻ്റെ സ്വകാര്യ കോളുകൾ ഏതൊക്കെയാണ് എന്ന് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. ഈ ദുരൂഹ മരണം ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ തുടക്കം മുതൽ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു എന്നത് വ്യക്തമല്ലേ? അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കങ്ങളും. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അന്വേഷണ സംഘത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിനിടയിൽ അന്വേഷണ സംഘം ഇത് പത്തനംതിട്ടയിൽ ചീറിപ്പാഞ്ഞു വന്നിരിക്കുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, മരണത്തിനു പിന്നിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് കുടുംബാംഗമായ മലയാളപ്പുഴ മോഹൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് പ്രശാന്തനിൽ നിന്ന് വ്യക്തമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ല? ഇത്തരം ഒരുപിടി സംശയങ്ങളാണ് മലയാളപ്പുഴ മോഹൻ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ പരാതി അയച്ചിട്ടും ആ പരാതിയെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും പോലീസ് നടത്തിയില്ല. ആ പരാതിയെക്കുറിച്ച് ഒരുവിധ കമൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പുറത്തു പറഞ്ഞില്ല. വോട്ടെടുപ്പിൻ്റെ അതേ ദിവസം മലയാളപ്പുഴയിലെത്തി നാളെ തങ്ങൾ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഇന്നലെ അന്വേഷണ സംഘം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ വെറും രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കഴിയും. നവീൻ ബാബുവിൻ്റെ കുടുംബം ഏതുവിധേനയും ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിനായി സമീപിക്കരുത് എന്നതാണ് ചിലരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം ആ കുടുംബാംഗങ്ങളെ ഉയർത്തിക്കാട്ടിയ കോഡ് ലിസ്റ്റിന് പിന്നിലും ചില സംശയങ്ങൾ സ്വാഭാവികമാണ്. ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ പ്രശാന്തൻ നൽകിയ മൊഴിയുമായാണ് ഇതേ അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലുമെത്തിയത്. തുടക്കം മുതൽ സംശയനിഴലിൽ നിൽക്കുന്ന പ്രശാന്തനെ എന്തുകൊണ്ട് പോലീസ് കാര്യമായി ചോദ്യം ചെയ്യുന്നില്ല? പെട്രോൾ പമ്പ് ഇടപാട് തന്നെ ഒരു ബിനാമി ഇടപാടാണ് എന്ന ആരോപണം ശക്തമായിരുന്നു. എന്നിട്ടും ബിനാമി ഇടപാടുകളുടെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള ഒരുവിധ ശ്രമവും പോലീസ് സംഘം ഇതുവരെ ചെയ്യുന്നുമില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു. തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് PP ദിവ്യ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്. തനിക്കെതിരെയോ തൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ അവർ നിയമ നടപടികൾക്ക് വിധേയരാകും. PP ദിവ്യയ്ക്ക് ജാമ്യം കോടതി അനുവദിക്കുന്നതുവരെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ചടുലതയോടെ പ്രവർത്തിച്ചില്ല? അന്വേഷണ സംഘം രൂപീകരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് പോലും. കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞിരുന്നു, പോലീസ് അന്വേഷണ സംഘം തങ്ങളുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ ഇതുവരെ മെനക്കെട്ടില്ല എന്ന്. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് മറ്റൊരു വിധത്തിൽ. തുടക്കത്തിൽ തന്നെ പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു.
ആദ്യം കേസന്വേഷിച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ. ആ ശുഷ്കമായ പോലീസ് സംഘമാണ് ആദ്യഘട്ടത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതും വൈകാരികമായ മറ്റൊരു തലത്തിൽ ആ കുടുംബം നിൽക്കുന്ന ഘട്ടത്തിൽ. നവീൻ ബാബുവിൻ്റെ കുടുംബം മറ്റു ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളിലുമൊക്കെ കാണിച്ച ആ ധൃതി തന്നെയാണ് അവരെ മുഖ്യമായി സംശയനിഴലിലാക്കിയത്. നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി കണ്ണൂരിൽ നിന്നുള്ള സംഘം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം മലയാലപ്പുഴയിലെത്തിച്ചത്. തുടർന്ന് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾ അവിടെ തടിച്ചുകൂടി. കുടുംബത്തെ അടക്കം അവർ വലയിലാക്കി എന്നു തന്നെ പറയണം. പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. എന്തായിരുന്നു ഒരു സംഘം ഭയപ്പെട്ടത്? ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. എന്നിട്ടും മൃതദേഹം മോർച്ചറിയിൽ വെച്ച് വിശദ പരിശോധനകൾക്ക് അവർ ശ്രമിച്ചില്ല. മൃതദേഹത്തിൽ ഒരു വ്യക്തമായ പരിശോധന നടത്താൻ കുടുംബാംഗങ്ങളെ പോലും അനുവദിച്ചില്ല. തുടക്കം മുതൽ ഒരുപിടി സംശയങ്ങൾ കേരളത്തിനുണ്ട്. അത് ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. കളക്ടറുടെ നടപടികളിൽ ഇപ്പോഴും ആ കുടുംബം സംശയമുന്നയിക്കുന്നു. ജില്ലാ കളക്ടർക്കെതിരെ വ്യക്തമായ മൊഴിയാണ് കണ്ണൂർ കളക്ടറേറ്റിലെ ജീവനക്കാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് മുൻപിൽ നടത്തിയത്. എന്നിട്ടും അതേ കളക്ടർ അതേ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു. ഒരു കളക്ടർ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംഘത്തിന് എങ്ങനെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ കഴിയും? കൃത്യമായി കേസന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടക്കം മുതൽ പോലീസ് അനാസ്ഥ കാട്ടിയത്? മുനീശ്വരൻ കോവിലിൽ നിന്ന് എങ്ങനെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലെത്തി എന്നതിനെക്കുറിച്ച് പോലും വിശദമായ അന്വേഷണത്തിന് പോലീസ് ശ്രമിച്ചില്ല. ഒരുവിധ അന്വേഷണവും കൃത്യമായി നടത്താതിരിക്കാൻ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ ശക്തമായ സമ്മർദ്ദം പോലീസിന് മേൽ ചെലുത്തിയോ? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ആദ്യം പോലീസ് രേഖപ്പെടുത്തിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ നവീൻ ബാബു മരിച്ച് 30 ദിവസങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത മനോവിഷമത്തിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്ന് കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനും അറിയാം. പിന്നീട് വിശാലമായ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുവെങ്കിലും എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയില്ല? ഒരൊറ്റ ഉത്തരം മാത്രം: ആ മൊഴി ജില്ലാ കളക്ടർക്കെതിരാകും എന്ന് പോലീസിന് വ്യക്തതയുണ്ട്. അത്തരമൊരു മൊഴി കോടതിക്ക് മുൻപാകെ എത്തിയാൽ അത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നതുവരെ അവർ കാത്തിരുന്നു. ഒടുവിൽ കുടുംബത്തെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ നവീൻ ബാബുവിൻ്റെ കോളിനിസ്റ്റുമായി മലയാലപ്പുഴയിലെ വീട്ടിലെത്തുന്നു. വ്യക്തത വരുത്താനാണ് എന്ന ഭാവേന എന്ത് ഭയപ്പെടുത്തലാണ് കുടുംബത്തിനു മേൽ അന്വേഷണ സംഘം നടത്തുന്നത്? ഈ സംശയം കേരളത്തിനിപ്പോൾ ശക്തമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം ഇന്ന് നീണ്ടു. മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. യാത്രയയപ്പ് ചടങ്ങിലും നിരക്ഷേപ പത്രത്തിലും ഗൂഢാലോചനയുണ്ട് എന്ന് കുടുംബം ആവർത്തിക്കുന്നു. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയത്. TV പ്രശാന്തൻ്റെ അഴിമതി ആരോപണത്തിലും കുടുംബം ശക്തമായ സംശയങ്ങൾ ഉന്നയിച്ചു. സർക്കാർ ഏറെ വീർക്കുമെന്നുറപ്പാണ്. പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് 2 ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്തുന്നത്. മഞ്ജുഷയും കുടുംബവും ഇനി പിന്നോട്ടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു. CBI അന്വേഷണം അതുതന്നെ ഏർപ്പെടുത്തണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതിനൊപ്പം ഈ കുടുംബത്തെ ഒപ്പം നിർത്തുമെന്ന് പറയുന്ന MV ഗോവിന്ദൻ നിൽക്കുമോ? പാർട്ടിയും ഭരണകൂടവുമൊക്കെ തങ്ങളുടെ വാക്ക് പാലിക്കുമോ? കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.